പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി എയർ ഇന്ത്യ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തു നിന്നും രാജിവെച്ച പ്രധാന വാർത്തയ്ക്കൂടി നാം കഴിഞ്ഞ വാരം സാക്ഷിയായി. എയർ ഇന്ത്യ ഗൾഫ് മലയാളികളോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചത്. ഇനി എയർ കേരള എന്ന പ്രവാസികളുടെ സ്വന്തം വിമാന കമ്പനിക്കായി അദ്ദേഹം രംഗത്തിറങ്ങുമെന്നും പ്രഖ്യാപിച്ചു. ഈ വാർത്തയുമായി ഗൾഫ് സ്പെഷ്യൽ. എയർ ഇന്ത്യ പൈലറ്റുമാരുടെ നീണ്ട സമരവും തുടർന്ന് വിമാന സർവീസുകൾ തുടർച്ചയായി നിർത്തലാക്കിയത് മൂലമുണ്ടായ വിവാദങ്ങളുമാണ് രാജിക്ക് കാരണമായത്. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് രാജിക്കത്ത് അബുദാബിയിൽ നിന്നും അയച്ചു കൊടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നിരവധി റംസാൻ വിമാന സർവീസുകളും എയർ ഇന്ത്യ അപ്രതീക്ഷിതമായി നിർത്തലാക്കിയിരുന്നു. നൂറുകണക്കിന് യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായി. ഈ വിഷയങ്ങളാണ് രാജിയിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ. ഒപ്പം ഗൾഫ് മലയാളികളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് താൻ രാജിവെച്ചതെന്നും അദ്ദേഹം പ്രതികരിച്ചു. കാരണം നമ്മുടെ വിദേശ മലയാളികൾ ഞാനുമായിട്ട് ഏറ്റവും അധികം വൈകാരികമായി അടുപ്പമുള്ള വിദേശ മലയാളികൾ അവരുടെ കുഞ്ഞുകുട്ടികളായിട്ട് എയർപോർട്ടുകളിൽ ദിവസങ്ങളോളവും മണിക്കൂറുകളോളം കാത്തുകെട്ടി നിൽക്കുന്ന വളരെ ദുഃഖകരമായൊരവസ്ഥയ്ക്ക് ഞാൻ പല സ്ഥലത്തും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊരു പരിഹാരം കാണാൻ ഞാൻ ചിന്തിച്ചു. പഴയ കാലത്ത് ഞങ്ങളുടെ എയർ കേരള എന്ന് പറയുന്നൊരു എയർലൈൻസിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. അത് റിവൈവ് ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എയർ കേരള എന്ന പ്രവാസി മലയാളികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 6 വർഷം മുൻപ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരാണ് എയർ കേരള എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത്. കേരള സർക്കാർ സെപ്റ്റംബർ മാസത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന എമർജിംഗ് കേരള എന്ന നിക്ഷേപ സമ്മേളനത്തിൽ എയർ കേരള എന്ന പദ്ധതി വീണ്ടും സജീവമായി അവതരിപ്പിക്കാനാണ് യൂസഫ് അലിയുടെ തീരുമാനം. ഇതു സംബന്ധിച്ച നടപടികളും അണിയറയിൽ ഇപ്പോൾ നടന്നുവരുന്നു. ഗൾഫിലുള്ള ലോകത്തിലുള്ള എല്ലാ മലയാളികളും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എമർജിംഗ് കേരളയിൽ അതിനെപ്പറ്റി ഒരു ചർച്ച ആവശ്യമാണ്. ആ ചർച്ച ആവശ്യം വരുമ്പോൾ ഞാൻ എയർ ഇന്ത്യയുടെ ബോർഡിൽ ഇരുന്നു കൊണ്ട് വേറെ എയർലൈൻസിനെ ചർച്ച ചെയ്യുക. അത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, എൻ്റെ കോൺഷ്യസിനെതിരാണ്. മലയാളികളുടെ ബുദ്ധിമുട്ടും ആവശ്യതയും പരിഹരിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് എയർലൈൻസിൻ്റെ ആവശ്യകത ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. കാരണം എസ്പെഷ്യലി ഇപ്പോൾ ഈ റമദാൻ പെരുന്നാൾ ഓണം സീസണിൽ ഒരുപാട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കതിന് ഞാൻ പല പ്രാവശ്യം അവരോട് റിക്വസ്റ്റ് ചെയ്തു. ഒരു ആൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാ ഗൾഫിലെ കുടുംബം മുഴുവൻ എന്നോട് മാനസികമായി ഒരു വിഷമം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോവുകയാണ് നല്ലതെന്നാണ് ഞാൻ ചിന്തിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി എയർ ഇന്ത്യ ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു പ്രവാസി മലയാളി എന്ന ബഹുമതിയും ഒപ്പം എയർ ഇന്ത്യ നടപടികളിൽ പ്രതിഷേധിച്ച് ആദ്യമായി രാജിവെച്ച ഗൾഫ് മലയാളി എന്ന സ്ഥാനവും സ്വന്തമാക്കിയാണ് യൂസഫ് അലി പടിയിറങ്ങിയത്. കാലാവധി പൂർത്തിയാക്കാൻ ഇനിയും 10 മാസങ്ങളുള്ളപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന രാജിയും എയർ കേരള എന്ന പുതിയ പ്രതീക്ഷയും അദ്ദേഹം നൽകിയത്. സാധാരണക്കാർക്ക് പോകുന്ന അല്ലെങ്കിൽ പോകാനുള്ളൊരു അവസരം, അവർക്ക് അവരുടെ യാത്രാ ചെലവ് കുറയ്ക്കാനുള്ള അവസരം, അതൊക്കെ കൂടി നോക്കുമ്പോൾ എയർ കേരളയെ പരിപോഷിപ്പിക്കേണ്ടത്, അതിനെ പുനരുദ്ധാരണം, അതിൻ്റെ റീതിങ്കിങ് അബൌട്ട് എയർ കേരള ഈസ് വെരി റിലവൻറ്റ് നൗ. ഗൾഫിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും എല്ലാ മലയാളി സുഹൃത്തുക്കളും അത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയാറുണ്ട്. അതിനെപ്പറ്റി എമർജിംഗ് കേരളയിൽ വെച്ച് വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. 2010 മെയ് മാസം 7-നാണ് 3 വർഷത്തെ കാലാവധിയിൽ അദ്ദേഹം എയർ ഇന്ത്യ ബോർഡിലേക്ക് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഗൾഫിലെ ആസ്ഥാനം ദുബായിലേക്കും ഇന്ത്യയിലെ ഒരു സർവീസ് സെന്റർ കേരളത്തിലും സ്ഥാപിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു. എന്നാൽ പിന്നീട് എയർ ഇന്ത്യ സർവീസുകൾ തുടർച്ചയായി താളം തെറ്റിയതും പൈലറ്റുമാർ സമരം ശക്തമാക്കിയതും യൂസഫ് അലിയുടെ പ്രതീക്ഷകളുടെ താളവും തെറ്റിച്ചു. ഗൾഫ് മലയാളികളോട് നീതി പുലർത്താൻ വേണ്ടിയാണ് രാജിവെച്ചതെന്ന് അദ്ദേഹം പ്രതികരിച്ചതും ഈ വികാരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും അധികം മലയാളികൾ വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ട്രാവൽ, അവരുടെ യാത്രാ ക്ലേശമാണ്. അത് പരിഹരിക്കാൻ മുമ്പ് കേരളത്തിൽ സ്വന്തമായ എയർലൈൻസ് എന്നത് പ്രവാസി ഭാരതീയ സമ്മേളനം ഡൽഹിയിൽ നടക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകളോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഞാൻ ആവശ്യപ്പെട്ടു, എൻ്റെ കൂടെയുള്ള പ്രവാസി സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടു. ഇന്ന് അത് വീണ്ടും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അവസരമാണ്
സംജാതമായിരിക്കുന്നത്. എയർ ഇന്ത്യ നടപടിയിൽ പ്രതിഷേധിച്ച് രാജിവെച്ച എം.എ. യൂസഫ് അലിക്ക് ഗൾഫിലെ പ്രവാസി സംഘടനകൾക്കിടയിൽ പിന്തുണ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. യൂസഫ് അലിയുടെ നടപടിയെ അഭിനന്ദിച്ചും എയർ കേരള എന്ന കേരളത്തിന്റെ സ്വന്തം വിമാന കമ്പനി സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെടുന്നു. പ്രവാസി മലയാളികളോട് എയർ ഇന്ത്യ കാണിക്കുന്ന ഈ അവഗണനക്കെതിരിലാണ് അദ്ദേഹത്തിൻ്റെ രാജി. അതുകൊണ്ട് തന്നെ അതിൽ പ്രവാസി മലയാളികൾക്ക് വളരെയേറെ സന്തോഷവും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. കേരള ഗവൺമെൻറ് ചീഫ് മിനിസ്റ്റർ വളരെ നേരത്തെ തന്നെ കേരള എയർലൈൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. യൂസഫ് അലി സാഹിബ് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കും. അത് പ്രകാരം പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസ സമൂഹം മുൻപേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എയർ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ദുബായ് KMCCയുടെ പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയുമായ കേരള എയർവേസ് എത്രയും പെട്ടെന്ന് സാധ്യമാക്കുവാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസവും ആ ഒരു പ്രതീക്ഷയിലുമാണ് എം.എ. യൂസഫ് അലി എടുത്തിരിക്കുന്ന തീരുമാനം ഏറെ പ്രശംസനീയമാണ്. കാരണം അദ്ദേഹം പ്രവാസികൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വമാണ്. അദ്ദേഹം പ്രവാസികളുടെ ഈ യാത്രാ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എടുത്ത തീരുമാനവും അദ്ദേഹം നടത്തിയ രാജി ഏറെ സ്വാഗതാർഹമാണ്. അത് പ്രവാസികൾക്ക് മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടും. ഗൾഫ് മേഖലയിൽ നിന്നുള്ള യാത്രക്കാരുടെ വരുമാനം കൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ നിലനിൽക്കുന്നത്. അതിനാൽ എയർ കേരള എന്ന പുതിയ പ്രഖ്യാപനം ഫലത്തിൽ എയർ ഇന്ത്യക്ക് വലിയ ഭീഷണിയാകുമെന്നതിൽ തർക്കമില്ല. ഈ ഭീഷണിയെ ഒരു വെല്ലുവിളിയായി സ്വീകരിച്ച് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തന്നെയാണ് യൂസഫ് അലിയുടെ തീരുമാനം. ഒപ്പം വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ യൂസഫ് അലി കാണിച്ച ആത്മാർത്ഥതയും അനുഭവവും ഇനി എയർ കേരളയ്ക്കായി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ. യൂസഫ് അലിയുടെ രാജിയോടെ അദ്ദേഹം വ്യക്തമാക്കിയത് ഒരു നിലപാടാണെങ്കിൽ ഈ രാജി ഇന്ന് വലിയൊരു പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ്. ഗൾഫ് മലയാളികളുടെ സ്വന്തം വിമാന കമ്പനി എന്ന ഈ പുതിയ മുന്നേറ്റത്തിന് ഞങ്ങളുടെ ആശംസകൾ.